അതേ സഹോദരങ്ങളെ, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി അത് വ്യക്തിപരമായിട്ടാകട്ടെ അല്ലെങ്കിൽ മുഴുവനായിട്ടാകട്ടെ ദുആ ചെയ്യുക എന്നത് നമുക്കും അതുപോലെ ലഭിക്കാൻ, ആ ഖൈർ ലഭിക്കാൻ കാരണമാകുന്ന, പെട്ടെന്ന് ആ ദുആന് ഉത്തരം ചെയ്യപ്പെടാൻ കാരണമാകുന്ന, തള്ളപ്പെടാതിരിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഇത് പറയുന്നതിനോടൊപ്പം ചില ഉദാഹരണങ്ങൾ, സഹോദരന് വേണ്ടി ദുആ ചെയ്യുന്നതിന്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞത് കാണാം. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ ഒരാൾ തന്റെ ദുആയിൽ ഭൂരിഭാഗവും സ്വലാത്ത് ചൊല്ലുന്നത് വഴി അവന്റെ ആവശ്യങ്ങൾക്ക് പൂർത്തീകരണമായി, ദുനിയാവിലും ആഖിറത്തിലുമുള്ള അവന്റെ പ്രധാനപ്പെട്ട ചിന്തകൾക്ക് പരിഹാരമായി അത് മാറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്തുകൊണ്ടാണത്? കാരണം ഓരോ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലെ അവൻ സ്വലാത്ത് ചൊല്ലുമ്പോഴും അവന് വേണ്ടി എന്ന് പറയാൻ മലക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വഹാബികൾ, ശ്രേഷ്ഠരായ സ്വഹാബികൾ അവരുടെ പേര് കേൾക്കുമ്പോൾ തർളിയത്ത് പറയുന്നത്, റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്, അവർക്ക് അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്ന് പറയുന്നത് ദുആ ആണ്. അത് പറയുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടിയും അതുപോലെ പറയുന്നു. അതുപോലെ ഉലമാക്കളെയും മുൻഗാമികളും സലഫുസ് സാലിഹീങ്ങളെയും എല്ലാം മരണപ്പെട്ടു പോയവരുടെ പേര് കേൾക്കുമ്പോൾ റഹിമഹുല്ലാഹ് അലി റഹ്മത്തുല്ലാഹി അലൈഹി അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്നെല്ലാം പറയുന്നത് അവർക്കുള്ള ദുആ ആണ്. അത് നമ്മൾ പറയുമ്പോൾ നമുക്കും അതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്തും മഗ്ഫിറത്തും ഉണ്ടാകട്ടെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതേ സഹോദരങ്ങളെ, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാകട്ടെ, മക്കൾക്ക് വേണ്ടിയുള്ളതോ അയൽവാസികൾക്കുള്ളതോ മുസ്ലിം സഹോദരങ്ങൾക്കുള്ളതോ അല്ലെങ്കിൽ ഏത് പ്രാർത്ഥനയായാലും ഈ ഇനത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, അത് പ്രത്യേകമായിട്ടാണെങ്കിലും പൊതുവായിട്ടാണെങ്കിലും നമ്മൾ ദുആ ചെയ്യണം.